ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 38ാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Epistle of 1 Thessalonians chapter 4 verse 1 to 12. ദൈവത്തിന് പ്രസാദമുള്ള വഴികളിൽ നടക്കേണ്ടതിന് ഉപദേശിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം നിരന്തരം ഉള്ളിൽ വളർന്നു വരികയാണ് ആവശ്യം. ഈ വേദഭാഗത്തിൽ അതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നൽകപ്പെട്ട ദൈവിക കൽപ്പനകളുടെ വർത്തമാനകാലീകരണമാണ് ഓരോ വിശ്വാസിയിലും സംഭവിക്കേണ്ടത്. നൽകപ്പെടുന്ന ദൈവവചനവും കൽപ്പനകളും സ്ഥാവരമായി പോകാതെ ഓരോ കാലഘട്ടത്തിനും സംഗതമായി തീരുമ്പോഴാണ് അവ കാലഹരണപ്പെടാതെ ഇരിക്കുന്നത്. മോശയിലൂടെ നൽകപ്പെട്ട 10 കൽപ്പനകൾക്ക് കാലാനുസൃത വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുള്ള യഹൂദരുടെ പരിശ്രമമായിരുന്നിരിക്കണം പിന്നീട് രൂപപ്പെട്ടു വന്ന ന്യായപ്രമാണ സംഹിതകൾ. ഏതാത്മാവിൽ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ അതിന് വർത്തമാനകാല ഭാഷ്യം നൽകുകയാണ് ആവശ്യം. അപ്രകാരമുള്ള ഒരു തിരുത്തലാണ് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചതും ശിഷ്യർ പിന്നീട് ഏറ്റെടുത്തതും. സ്വയം താണിറങ്ങി വരികയും കുരിശുമരണത്തോളം ദൈവഹിതത്തിന് അനുസരണം കാട്ടുകയും കഷ്ടത സഹിക്കുകയും ദൈവശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്ത യേശുവിനെ തൻ്റെ ശാരീരിക സാന്നിധ്യത്തിൻ്റെ അഭാവത്തിലും അനുഭവമാക്കി നൽകുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. ഉള്ളത്തിൽ സംസാരിക്കുന്ന കാലോചിത വചനത്തിൻ്റെ അനുസരണമാണ് ദൈവപ്രസാദത്തിൻ്റെ നാൾ വഴി. വിശുദ്ധീകരണത്തിലും മാനത്തിലും അവരവരുടെ പാത്രങ്ങളെ നേടിക്കൊള്ളുവാൻ ഉത്തരവാദിത്വം കാണിക്കുന്നതാണ് ദൈവപ്രസാദത്തിൻ്റെ പാത. തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുകയാണ് ആവശ്യം. തൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യരിലാക്കി തന്ന ദൈവം അവരെ ദൈവത്തിൽ വളർത്തുകയാണ് ചെയ്തത്. ദൈവം നൽകിയിട്ടുള്ള സ്വാഭാവിക ചേതനകളെ ദൈവിക അതിരുകൾ ലംഘിച്ച് ഉപയോഗിക്കുന്നതാണ് കാമവികാരം. സഹോദരൻ്റെ സ്വത്തും സൗകര്യങ്ങളും കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങളും ദൈവവിരുദ്ധത തന്നെയാണ്. അപ്രകാരമുള്ളവ ചെയ്യുന്നവർ ദൈവത്തിനും ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനുമെതിരെയാണ് പാപം ചെയ്യുന്നത് എന്ന ഓർമ്മ ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കുവാനുള്ള പ്രേരണയായി തീരാം. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് പരാന്നജീവികളായി തീരാതെ ഇരിക്കുന്നതാണ് ദൈവപ്രസാദമുള്ളവരുടെ വഴി. പൗലോസ് അപ്പോസ്തലൻ കൂടാരപ്പണി ചെയ്ത് നിത്യവൃത്തിക്ക് വക കണ്ടെത്തിയതിലൂടെ മാതൃക കാട്ടിയല്ലോ. അങ്ങനെയുള്ള ജീവിതശൈലിയാണ് ആക്രമത്തിൽ നിന്നും ചൂഷണഭാവത്തിൽ നിന്നും വ്യക്തികളെ വിമോചിപ്പിക്കുന്നത്. അതേസമയം സഹോദരപ്രീതിയിൽ വർദ്ധിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയും പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്കയിലുള്ളവർ അവരുടെ പശ്ചാത്തലത്തിൽ അത് ആചരിക്കുകയും മക്കദോനിയയിലേക്കുള്ള സഹോദരങ്ങളോട് അപ്രകാരം അനുവർത്തിക്കുകയും ചെയ്തിരുന്നു. പ്രിയരെ, എളിയവരിൽ സഹോദരനെ കണ്ടെത്തി സഹോദരപ്രീതി ആചരിക്കുക ക്രിയാത്മക സ്നേഹമാണ് ദൈവപ്രസാദത്തിൻ്റെ വഴി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയാതെ പോയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവപ്രസാദം ലഭിക്കുവാനുള്ള വഴികൾ അഗണ്യമാക്കിയ ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.